ഇന്നലെ ചെയ്ത വ്ളോഗിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞങ്ങളുടെ റൂമൊക്കെ എടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി ചായ കുടിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 49 ആളുകൾ കൊണ്ട് 1500 കേട്ടോ ബസ് മലപ്പുറത്ത് നിന്നും മൂന്നാറിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ മേക്കപ്പിലാണ്. തേജുട്ടനും മോളൊക്കെ വേഗം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രീ ആയി മാറ്റാലോ വെച്ചിട്ട് അങ്ങനെ ഓരോ രണ്ടാളും വേഗം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ജീൻസും ഈ ഒരു ഈ ടോപ്പൊക്കെ ഇടുന്നത്. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അമ്മക്ക് പിന്നെ എപ്പോഴും ഇടുന്നതാണ്, നമുക്ക് പിന്നെ അതൊന്നും അത്ര വലിയ സുഖമല്ല. അപ്പം അങ്ങനെ ഹോട്ടലിലത്തെ പുറത്തത്തെ കാഴ്ച കേട്ടോ നേരം ഇങ്ങോട്ട് വെളുത്ത് വരുന്നുണ്ട്. ആയിട്ടില്ല, ഫുള്ളായിട്ട് വെളുത്തിട്ടില്ല. അപ്പം അങ്ങനെ വെട്ടൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുള്ളൂ. അപ്പോൾ തേജുട്ടനൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. തേജുട്ടൻ ഈ നേരം നീക്കാത്ത ആളാണ്, എന്തോ ടൂറല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും എണീറ്റ് പോയി തന്നെ പിന്നെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇനി ബസ്സിൽ നിന്നൊക്കെ ഉറങ്ങിക്കോളും എന്ന് വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കാര്യങ്ങളോട് കഴിഞ്ഞ് ഇനി റൂമിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ്, അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റിയ റൂമാണ്. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഈ 3 നേരത്തെ ഫുഡും ബസ് ടിക്കറ്റും ഈ 1400 പെടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കൽ തുടങ്ങി. 10 നൂലപ്പം പൊറാട്ട മുട്ടക്കറി കടലക്കറിയൊക്കെ കിട്ടിയെന്ന് കേട്ടോ. അപ്പം അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ ആ മല കണ്ടിട്ട് തേജ് പറയുകയാണെങ്കിൽ ആ മലമ്മ കയറണമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബസ് കയറി പിന്നെ പോക്ക് തുടങ്ങി കേട്ടോ. മൂന്നാറിക്ക് ആദ്യമായിട്ട് പോവാണ്. എങ്ങനെയുണ്ട് എന്തുണ്ട് എങ്ങനെയെന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. കുറച്ച് തേയിലുണ്ടെന്ന് മാത്രം അറിയാം, വേറെ എന്താ ഒന്നും വലിയ എത്തും പിടിയൊന്നും ഇല്ല. ടൂർ പോകുമ്പോൾ കരുതും അങ്ങനെയൊക്കെ എടുക്കണം ഇങ്ങനെയൊക്കെ എടുക്കണം ഫോട്ടോ വീഡിയോ എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോരും. പക്ഷെ സംഭവിക്കണത് മറ്റൊന്നാട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് എടുക്കാനും കാണാനും ഒന്നും പറ്റൂല കേട്ടോ. ഒറ്റത്തടിയല്ലല്ലോ, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. എന്നാലും അവിടെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ധാരണയിൽ പോവുകയാണ്. എന്താകോ എന്തോ തെരുവിൻ്റെ കടങ്ങിന്നാ കാണാം. അപ്പം അങ്ങനെ കുട്ടികളും കൂടെ ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ കളിക്കുമ്പോൾ പിന്നെ സ്ഥലമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കല്ലേ. അത് പിന്നെ നമ്മൾ കളിക്കണ ആരും എടുക്കാണ്ടാവില്ല. അപ്പം നമ്മൾ മറ്റുള്ളവർ കളിക്കണം എടുക്കുക അല്ല പിന്നെ. അപ്പം അങ്ങനെ നമ്മളെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. വലിയ ബസ്സായതുകൊണ്ട് അവിടെ നിന്ന് നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കാര്യമായിട്ട് ചെറിയ വണ്ടികൾക്കൊക്കെ പോകുന്നവർക്ക് നല്ല കാര്യം കേട്ടോ. എവിടെ നിർത്തി ഫോട്ടോ എടുത്ത് നല്ല സെറ്റപ്പിൽ പോരാൻ കഴിയും. ഈ വലിയ വണ്ടിയിലൊന്നും ഫാമിലി ആയിട്ടൊന്നും പോന്നാലൊന്നും നമ്മൾ വിചാരിച്ച പോലെ സ്ഥലങ്ങൾ കാണാനും പറ്റൂല. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പം അങ്ങനെ ഒലിക്ക് പോരണ്ട, അങ്ങനെ കുറേ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പം എന്തായാലും നമ്മളെന്തായാലും പോകുന്നില്ലേ, ഇനി എന്തായാലും പോയി നോക്കാം. കുറേ ചായപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. കുറേ തേയിലുണ്ട് കിടക്കണത്. ഇവിടുന്നൊക്കെ ഉള്ള ചായപ്പൊടിയും കാര്യങ്ങളും നമ്മളൊക്കെ കുടിക്കണതല്ലേ. എനിക്ക് പൊതുവേ ചായ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, എന്നാലും എപ്പോഴേലൊക്കെ കുടിച്ചിട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. നിർബന്ധമല്ല ചായ കിട്ടണോ എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മക്കൾക്കൊന്നും ഇപ്പം അങ്ങനെ വല്ലാതെ ചായ കൊടുക്കലില്ല, ഓരോ അതേപോലെ അഡിക്റ്റ് ആക്കണില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കൊക്കെ പോയി. പിന്നെ അവിടുത്തെ ഫോട്ടോ കാര്യങ്ങളൊന്നും എടുക്കാൻ കൂടിയില്ല കേട്ടോ. അതങ്ങനെയല്ലേ വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ കൂടില്ല. പിന്നെ മാട്ടുപ്പെട്ടി ഡാം പോയി. അങ്ങോട്ട് പോണ വഴിയാട്ടോ കാണുന്നത്. അപ്പം തന്നെ പഞ്ഞമുട്ടായി പോണ കണ്ടപ്പോൾ തന്നെ മകന് അത് വേണം ഇത് വേണം ആന വേണം ചേന വേണം അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അപ്പറന്ന് മേടിച്ചേരെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചതാട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മാട്ടുപ്പെട്ടി ഡാമിലെത്തിയ പാടെ ഫസ്റ്റ് ഓടിയത് നമ്മൾ ടോയ്ലറ്റ് നോക്കിയിട്ടോ. അതങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആദ്യം നോക്കാതാണല്ലോ, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണത്. അപ്പം അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ട് ഒന്നും അത് ഡീപ്പായിട്ട് നമുക്ക് കാണാനും എന്നുള്ളൊരു ടൈമൊന്നുമില്ല കേട്ടോ. കുട്ടികൾ അടങ്ങി നിൽക്കാത്തതുകൊണ്ടൊന്നും അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. ഒക്കെ ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ണോട് ഇങ്ങനെ ഓടിച്ച് പോവുക അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു കാഴ്ചയും കാര്യങ്ങളാണ് ഈ കാണുന്നത്. നല്ല രസം കാണാൻ കേട്ടോ. ബോട്ടിലും ഇതിലൊക്കെ കയറാനൊക്കെ ആഗ്രഹമുണ്ട്. എന്താണത് ആ കുന്തത്തിൽ കയറാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ ചവിട്ടണം. ഒന്ന് അടുക്കെത്തി കഴിഞ്ഞാൽ പിന്നെ കാലോട് ചവിട്ടാൻ കഴിഞ്ഞില്ല, പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. അപ്പം പിന്നെ ആ കുന്തത്തിലൊന്നും ഞാൻ കയറാൻ നിന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ മകനെയും കൊണ്ട് കയറി ചിലപ്പോൾ പിന്നെ അതിൽ നീന്തേണ്ടി വരും. പിന്നെ അതൊക്കെ ഭയങ്കര സീനാകും.
അങ്ങനെ പിന്നെ തേജുട്ടനെ ഞാൻ കുതിരേമ കയറ്റിയിട്ടു. ഒരു കുതിരേമ കയറണം പറഞ്ഞപ്പോൾ പിന്നെ അവനെ കുതിരേമ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. തേജുട്ടനെയും പിന്നെ അതുപോലെ എൻ്റെ ഫ്രണ്ട് അശ്വതിൻ്റെ ഓളെ മോനെയും കൂടെയാണ് കയറ്റിയിട്ടുള്ളത്. ഒരാൾക്ക് അതുമ്പോൾ കയറാൻ 100, അപ്പോൾ ഒരാൾക്ക് 50 ഒരാൾക്ക് 50 അങ്ങനെ വെച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. അപ്പം അങ്ങനെ അതുമ്പോൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. കയറി അതാ എൻ്റെ മകനാ വരുന്നു. എൻ്റെ മകനും അക്കൂട്ടനും കുതിരമ്മ കയറി വരുന്നുണ്ട്. പിന്നെ ആനയാണ് വേണ്ടത് കാരണം ആന ആർക്കും പുതിയാണ് പറഞ്ഞു ഞാൻ. അതിന് പിന്നെ നല്ല ഇഷ്ടമായി കേട്ടോ കുതിരമ്മ കയറിയത്. പോലെ വരവാണ് ആ കാണുന്നത്. കുട്ടികളെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കുക. അവന് കുറച്ച് വലുതാണ് കേട്ടോ, അതിനെക്കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അതുകൊണ്ട് ചെറിയത് നല്ല വില. ഇപ്പൊ തന്നെ പറയാ വലിയ മോഹമൊന്നും കൊടുത്ത് കാണാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എടുക്കാനില്ല ആ ഒരു ഇതില്ല. ഒരു കയ്യിൽ കുഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ടാവും. പിന്നെ അമ്മയും അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. വലിയ വയനാട്ടിലേക്ക് പോയ എത്ര കുറുമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്രാവശ്യം ആള് കുറച്ച് സൈലന്റ് ആണ്. എന്ത് പറ്റിയാവോ. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ അവിടുന്ന് പോന്നിട്ട് പിന്നെ അവിടുന്ന് പോന്നിട്ട് പിന്നെ ഇപ്പൊ കേട്ടാ മാട്ടുപ്പെട്ടി നമ്മൾ തന്നെ കുറച്ച് കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാനോ. എൻ്റെ പടച്ചോനെ, ഞാൻ പറഞ്ഞില്ലേ കായ് വേണം. പിന്നെ പറഞ്ഞാൽ അവിടേക്കാണ് ഒടുക്കാത്ത റേറ്റാണ്. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് മൂന്നാർ. അവിടേക്കാട്ടോ പോയത്. അവിടെ തന്നെ നല്ല എൻ്റെ ഭഗവാനെ പൂക്കളോണ്ടും ഇങ്ങോട്ട് കണ്ണിങ്ങനെ മഞ്ഞടിക്കുക എന്ന് പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. അവിടെയും തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആ ഷോപ്പൊന്ന് നോക്കി അതൊന്ന് വീഡിയോ എടുത്തത് കേട്ടോ. നല്ല നല്ല സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കായ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല റേറ്റാണ് കേട്ടോ. നല്ല റേറ്റാണ്. നമ്മൾ മലയാളീസ് അല്ലേ, അത്യാവശ്യം റേറ്റ് എങ്ങനെ എന്താന്നൊക്കെ നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. അതിൽ പെട്ട ഒരാൾ തന്നെ ഞാനും. അപ്പം അങ്ങനെ റേറ്റൊക്കെ നമുക്ക് ഒക്കണില്ല. നമുക്ക് നമ്മളെ മഞ്ചേരിത്തെ കട തന്നെ നല്ലത് കേട്ടോ. അപ്പം അങ്ങനെ തേജുട്ടനും അവനിക്കും കൂടെ ഒരു പോപ്കോണൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ടില്ല അത്യാവശ്യം നല്ലോണം ഫ്ലവറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 3-4 ആനകളൊക്കെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഈ ആൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് അപ്പോൾ തേജുട്ടന് മൂത്രമൊഴിക്കാണ്ട് കാരണം. അപ്പോൾ പിന്നെ ഓനെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഞാനും ഓനും മാത്രം. മറ്റുള്ളവർ വേറെ ഏതോ വഴി കൂടെ പോയിട്ടുണ്ട്. അവിടെ ഒരു കഥകളി നിൽക്കണത്. പിന്നെ അമ്മൂട്ട് വിളിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓളത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ഇരുട്ടായാലാണ് നല്ല രസം ഉണ്ടാവുക. കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തി നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോഴേക്കിന് ഇറങ്ങണം, എന്നെങ്കിലേ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒരു ടൈം ഉണ്ടാവില്ല പാക്കേജ് ആകുമ്പോൾ, ആ ഒരു ടൈമിങ്ങിൽ എത്തണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ പോയപ്പോൾ അതാ വീണ്ടും ഒരു ആന, അത്യാവശ്യം നല്ല വലിയൊരു ആന. നേരത്തെ കണ്ടതൊരു കുഞ്ഞാനയാണ്, ഇപ്പോൾ ഇതൊരു വലിയ ആന. അപ്പം അങ്ങനെ ഞാനും തേജുട്ടനും ആനേൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ. എൻ്റെ മകനെ കിട്ടണ തന്നെ അല്ല. അപ്പം അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നല്ലൊരു സ്പോട്ടുണ്ട്, അതിലൊക്കെ ഇങ്ങനെ പോവാണ്. ചെടികളെ കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ അവസ്ഥ. പക്ഷെ മേടിക്കാനൊക്കെ പറ്റണം, പക്ഷെ നമുക്ക് ബസ്സിൽ കൊണ്ടുപോകണ്ടേ, ആ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ ജസ്റ്റ് അല്ലാതെ ഒന്ന് കാണുക എന്നുള്ളൊരു രീതിയിലായിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പിന്നെ തേജുട്ടനെ ഓടുന്നത് കണ്ടില്ല, അവിടെ പാർക്കിൽ അവനെയും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, അവനേൻ്റെ ഫ്രണ്ട്സും ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അമ്മേൻ്റെ ഫ്രണ്ടും അവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ തേജുട്ടനെ ഇവിടെ ആക്കി ഞാനും അമ്മ കൂടെ ആ മുകൾ ഭാഗത്തുകൂടെ കുറേ സംഭവങ്ങളുണ്ട്, അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പം അങ്ങനെ കുറേ പോയപ്പോൾ നമ്മൾ ഡൈനോ ഉണ്ട് നിൽക്കണ്. അപ്പോൾ മൂപ്പരുടെ അടുത്തൊക്കെ ഒന്ന് പോയി ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് പിന്നെ നേരെ ഞങ്ങൾ വെച്ച് പിടിച്ച് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയും തന്നെ നല്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പത്തിന്. പിന്നെ തണുപ്പൊന്നും വക വയ്ക്കാതെ ഞങ്ങളങ്ങനെ കയറിപ്പോയി. കണ്ടോ ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്, ബൾബിലൊക്കെ ഇങ്ങനെ കണ്ടോ. പക്ഷേ കുറേ നേരം കണ്ട് നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടുന്ന് പോരലാണെങ്കിൽ റിട്ടേൺ അടിക്കൽ തുടങ്ങി. ഞങ്ങൾ നേരെ അങ്ങനെ താഴോട്ട് പോവുകയാണ് ഞങ്ങൾ. നമുക്ക് പറഞ്ഞാൽ റൂമൊക്കെ എടുത്ത് നിൽക്കണവർക്കൊക്കെ സുഖമാണ്. ഇത് പിന്നെ പറഞ്ഞാൽ നമ്മൾ ബസ്സിനല്ല, അപ്പോൾ ആ ടൈമും കാര്യമൊക്കെ നോക്കി പോവണ്ടേ. അപ്പോൾ തന്നെ ഞാൻ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ട് ഞാൻ പറയാണ്, എന്തൊരു ഭംഗിയോ ആവു കാരണം ഇങ്ങനെ പോകട്ടെ. ഞാൻ നമുക്കങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കണ്ടാൽ പിന്നെ അത് കണ്ണൊന്നും മനസ്സൊന്നും പോവത്തില്ല. അങ്ങനെ നമ്മൾ ആ ചെടികളൊക്കെ കണ്ട് നിരാശയോടുകൂടി മടങ്ങുകയാണ് ഗൈസ്.
അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടമായാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെയ്തു ഇടക്കട്ടെ അങ്ങട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇനി ബസ്സിത്തെ കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, കാരണം അപ്പത്തിന് ക്ഷീണിച്ച് പണ്ടാരടങ്ങിയത്. അപ്പോൾ ഓക്കെ, ബൈ.